UP സ്കൂൾ ടീച്ചർ സിലബസിലെ പാർട്ട് 1 സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നും കേരള നവോത്ഥാന നായകന്മാരെക്കുറിച്ചാണ് നമ്മൾ ഓഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്. ഫസ്റ്റ് വൺ, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അദ്ദേഹം ജനിക്കുന്നത് 1879 ഇരവിപേരൂരാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ജനിക്കുന്നത് ഇരവിപേരൂരാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നുകൂടി അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് പ്രത്യക്ഷരക്ഷാ ദൈവസഭ. പ്രത്യക്ഷരക്ഷാ ദൈവസഭ അദ്ദേഹം സ്ഥാപിക്കുന്നത് 1909. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദിയാർ ദീപം. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വ്യക്തിയാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് 1921 1931. ഒന്നാം ലോക യുദ്ധസമയത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് മാരാങ്കുളം ടു കുളത്തൂർ കുന്നിലേക്കാണ്. മാരാങ്കുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കാണ് അദ്ദേഹം യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്. പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുമാരൻ എന്നാണ്. പുലയൻ മത്തായി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അദ്ദേഹം ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാകത്താനം. അടിലഹള നടത്തിയത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്നത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. അദ്ദേഹം മരണമടയുന്നത് 1939. അപ്പോൾ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അദ്ദേഹം ജനിച്ചത് ഇരവിപേരൂരാണ്. പൊയ്കയിൽ അപ്പച്ചൻ, പുലയൻ മത്തായി, പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. അതിൻ്റെ മുഖപത്രമാണ് ആദിയാർ ദീപം. പ്രത്യക്ഷരക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് 1909. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുമാരൻ എന്നാണ്. അദ്ദേഹം ബൈബിൾ കത്തിച്ച സ്ഥലമാണ് വാകത്താനം. അദ്ദേഹം അടിലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. രത്നമണികൾ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ്. അടുത്തത് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം ജനിക്കുന്നത് 1878. വൈക്കം സത്യാഗ്രഹ നേതാക്കളിൽ ഒരാളാണ് മന്നത്ത് പത്മനാഭൻ. 1959 വിമോചന സമരം നടത്തിയത് അല്ലെങ്കിൽ വിമോചന സമരത്തിൻ്റെ നേതാവ് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. 2014 മുതൽ മന്നത്ത് ജയന്തി ഒരു പബ്ലിക് ഹോളിഡേ ആയിട്ട് കരുതുന്നുണ്ട്. 1914 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്നയാണ്. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭനാണ്. ഇങ്ങനെ മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് K കേളപ്പനാണ്. സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. NSSൻ്റെ ആദ്യ പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. NSSൻ്റെ മുഖപത്രമാണ് സർവീസസ്. ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ വിമോചന സമര നേതാവ് മന്നത്ത് പത്മനാഭനാണ്. എന്നാണ് വിമോചന സമരം? 1959. ഇത് EMS മന്ത്രിസഭയ്ക്കെതിരെയുള്ള സമരമായിരുന്നു. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് NSS ആണ്.
വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരം എന്നായിരുന്നു 1959 ജൂൺ 12 വിമോചന സമരം. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മന്നത്ത് പത്മനാഭൻ. കെ ശങ്കറും മന്നത്തും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ഇവർ ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. ജീവശിഖ യാത്ര നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. എവിടെ മുതലായിരുന്നു? അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ജീവശിഖ യാത്ര. അപ്പോൾ നമ്മൾ മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം ജനിക്കുന്നത് 1878 അദ്ദേഹം മരണമടയുന്നത് 1970 വിമോചന സമര നേതാവാണ്. വിമോചന സമരം എന്നായിരുന്നു 1959 ജൂൺ 12 വിമോചന സമരം. അദ്ദേഹം ജനിക്കുന്നത് പെരുന്നയിലാണ്. ഭാരതകേസരി എന്നും കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നും അറിയപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് K കേളപ്പൻ, സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആദ്യ പേര് നായർ ഭൃത്യജന സംഘം എന്നാണ്. NSSൻ്റെ മുഖപത്രമാണ് സർവീസസ്. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നൊക്കെ അറിയപ്പെടുന്നത് NSS ആണ്. അടുത്തത് VT ഭട്ടതിരിപ്പാട്. അദ്ദേഹം ജനിക്കുന്നത് 1896 അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം മേഴത്തൂരാണ്. മേഴത്തൂർ വെള്ളിത്തുരുത്തിത്താഴത്തില്ലത്ത് രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കറുത്ത പട്ടേരി എന്നും അറിയപ്പെടുന്നു. 17-ാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം പ്രേംജി എന്നാണ്. യാചനായാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ കണ്ണീരും കിനാവിന് 1971 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. 1929 ഇത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ചെറുലേഖനമാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്നത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത് 1908 യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളന വേദി ആലുവയാണ്. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ഈ യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. ഈ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. അതിൻ്റെ ആദ്യ എഡിറ്റർ ചങ്ങമ്പുഴയായിരുന്നു. യോഗക്ഷേമ സഭയുടെ മാസികകളാണ് ഉണ്ണി നമ്പൂതിരി മാസിക, യോഗക്ഷേമ മാസിക എന്നിവ. പ്രഥമ VT ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ചത് അക്കിത്തത്തിനാണ്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. നമ്പൂതിരി യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് VT ഭട്ടതിരിപ്പാട്. ഇതാരംഭിക്കുന്നത് 1919 അദ്ദേഹം വിദ്യ അഭ്യസിച്ചതിന് ശേഷം ആദ്യമായി വായിച്ച പദമാണ് മാൻമാർക്ക് കുട എന്നത്. VT പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് അഹമ്മദാബാദ് സമ്മേളനം 1921. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് VTയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട പ്രചരണ യാത്രയാണ് യാചനായാത്ര. അത് 1931 മിശ്ര വിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും VT ഭട്ടതിരിപ്പാടാണ്. ഇത് 1968 എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കാണുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞത് VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ 2ാം ഭാഗമാണ് ദക്ഷിണായനം. അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് കണ്ണീരും കിനാവും, കർമ്മവിഭാഗം, ദക്ഷിണായനം, ചക്രവാളങ്ങൾ, പൊഴിഞ്ഞ പൂക്കൾ, വെടിവെട്ടം, കരിഞ്ചന്ത, രജനീരംഗം, പോംവഴി, എൻ്റെ മണ്ണ്, കാലത്തിൻ്റെ സാക്ഷി,
സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ്. അദ്ദേഹം അന്തരിച്ചത് 1982 മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം അത് M.R. ഭട്ടതിരിപ്പാടാണ്, മാറിപ്പോവരുത്. ഋതുമതി നാടകം MP ഭട്ടതിരിപ്പാടാണ്. പാർവതി നെന്മേനി മംഗലം അന്തർജന സമാജം രൂപീകരിച്ചു. നമ്പൂതിരി സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി 1929 രൂപീകരിച്ചതാണ് അന്തർജന സമാജം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്തൊക്കെയാണ് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം കറുത്ത പട്ടേരി എന്ന് അറിയപ്പെടുന്നു. പിന്നെ കണ്ണീരിങ്കിനാവും അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. യാചനായാത്ര നടത്തിയത് VT ഭട്ടതിരിപ്പാടാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മാസികകളാണ് ഉണ്ണി നമ്പൂതിരി മാസിക, യോഗക്ഷേമ മാസിക എന്നിവ. പ്രഥമ VT ഭട്ടതിരിപ്പാട് പുരസ്കാരം ലഭിച്ചത് അക്കിത്തത്തിനാണ്. അദ്ദേഹം പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് അഹമ്മദാബാദ് സമ്മേളനം. അദ്ദേഹം യാചനായാത്ര നടത്തിയത് 1931 സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും VT ഭട്ടതിരിപ്പാടാണ്. അത് 1968 അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ 2ാം ഭാഗമാണ് ദക്ഷിണായനം. ഇത്രയുമാണ് ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.